എംബാപ്പെ, വിനീഷ്യസ്, ബെല്ലിങ്ങാം, റോഡ്രിഗോ, ആർദ ഗുലർ, എൻട്രിക്, ലെമിനെ യമാൽ, ഗാവി, പെദ്രി, നിക്കോ വില്യംസ്. ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ് ലാലിഗയിലെ പ്രതിഭാധനരായ യുവതാരങ്ങളുടെ ലിസ്റ്റ്. അതിനൊപ്പം ഇനി ഒരാൾ കൂടി എത്തുന്നു പന്ത് തട്ടാൻ. ആൾ മറ്റാരുമല്ല, അർജന്റീനയുടെ യങ് സെൻസേഷൻ ഹൂലിയൻ അൽവാരസ്. മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് അൽവാരസ് കൂടുമാറുമ്പോൾ ആ ഒരു ട്രാൻസ്ഫർ നമുക്ക് ഈ ഒരു സമ്മറിലെ ഏറ്റവും സവിശേഷമായ ഒരു ട്രാൻസ്ഫർ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം അത്ര പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം എംബാപ്പയുടെ ട്രാൻസ്ഫർ നമുക്ക് എല്ലാവർക്കും അറിയാതെ എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ഹൂലിയൻ അൽവാരസിന്റെ ട്രാൻസ്ഫർ. 95 മില്യൺ യൂറോയ്ക്കാണ് മാഞ്ചസ്റ്റർ സിറ്റി അൽവാരസിനെ അത്ലറ്റിക്കോ മാഡ്രിഡിന് കൈമാറിയിരിക്കുന്നത്. ഇതൊരു വലിയ തുക തന്നെയാണ്. കാരണം കേവലം 2 വർഷങ്ങൾക്ക് മുമ്പ് വെറും 17 മില്യൺ യൂറോയ്ക്കാണ് റിവർ പ്ലേറ്റിൽ നിന്ന് സിറ്റി അൽവാരസിനെ സ്വന്തമാക്കിയത്. ഏതാണ്ട് 5 ഇരട്ടിയോളം വരുന്ന തുകയ്ക്കാണ് ഇപ്പോൾ അൽവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ എത്തുന്നത്. പിന്നെ അൽവാരസിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 24 വയസ്സേ അൽവാരസിനായിട്ടുള്ളൂ. അതിനിടയിൽ അദ്ദേഹം നേടിയ നേട്ടങ്ങൾ അത് ആർക്കും ഒരു അസൂയ ഉണ്ടാക്കുന്ന നേട്ടങ്ങളാണ്. അർജന്റീനയ്ക്കൊപ്പം ലോകകപ്പും കോപ്പ അമേരിക്ക കിരീടവും, മാഞ്ചസ്റ്റർ സിറ്റിയിൽ ചാമ്പ്യൻസ് ലീഗ്, FA കപ്പ്, പ്രീമിയർ ലീഗ്, യുഎഫ സൂപ്പർ കപ്പ്, ക്ലബ് വേൾഡ് കപ്പ്. ഇനിയൊന്നും നേടാനില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഏറ്റവും സവിശേഷമായ നേട്ടങ്ങളാണ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പം ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ഫോക്കസ് കൂടുതൽ സമയം കളിക്കാനായിരിക്കും. കാരണം കാര്യമായ പ്ലേയിങ് ടൈം കഴിഞ്ഞ 2 സീസണിലും അൽവാരസിന് ലഭിച്ചിരുന്നില്ല. ആദ്യ സീസണിൽ ഹാലൻഡിൻ്റെ നിഴലായി കളിക്കാനായിരുന്നു നിയോഗം. ഹാലൻഡ് പരിക്കേറ്റ് പുറത്തു പോയപ്പോഴും അല്ലെങ്കിൽ ഹാലൻഡിനെ പിൻവലിക്കുമ്പോഴൊക്കെ ആയിരുന്നു ഹൂലിയൻ അൽവാരസിന് മാഞ്ചസ്റ്റർ സിറ്റിയിൽ ആദ്യ സീസണിൽ അവസരം ലഭിച്ചത്. 2ാം സീസണിലാണെങ്കിൽ വളരെ വ്യത്യസ്തമായ റോൾ കെവിൻ ഡിബ്രൂയിനയ്ക്ക്, മിഡ്ഫീൽഡർ അതായത് പ്ലേ മേക്കറായ കെവിൻ ഡിബ്രൂയിനയ്ക്ക് പരിക്കേറ്റപ്പോൾ ആ റോളായിരുന്നു അൽവാരസ് കളിച്ചിരുന്നത്. അൽവാരസിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് ഇതിന് ഏറ്റവും ഒരു അനുകൂലമായ കാര്യം. കാരണം അദ്ദേഹത്തിന് ഫ്രണ്ട് ലൈനിൽ എവിടെയും കളിക്കാൻ പറ്റും. ലെഫ്റ്റിലാണെങ്കിലും സെൻട്രലാണെങ്കിലും റൈറ്റിലാണെങ്കിലും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അതുകൂടാതെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിലെ റോളിലും വളരെ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ സീസണിൽ സിറ്റിക്കായി കാഴ്ചവെച്ചത്. അൽവാരസിൻ്റെ ഒരു ഇംപ്രിൻറ്റ് കഴിഞ്ഞ 2 വർഷത്തിനിടെ തന്നെ സിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് അവസരങ്ങൾ കുറവായിരുന്നെങ്കിൽ പോലും കിട്ടിയ അവസരങ്ങൾ മുതലാക്കാൻ വളരെ മിടുക്കനായിരുന്നു ഈ ഒരു താരം. അത് നമുക്ക് റെക്കോർഡുകൾ തന്നെ മനസ്സിലാവും. കാരണം 103 മത്സരങ്ങളാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ആകെ അൽവാരസ് കളിച്ചത്. അതിൽ നിന്ന് 36 ഗോളുകൾ അൽവാരസിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലാണെങ്കിൽ 32 അൽവാരസിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ, 19 ഗോളുകളും 13 അസിസ്റ്റുകളും. അപ്പം ഈ ഒരു താരത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. വേൾഡ് കപ്പിലും നമ്മളത് കണ്ടതാണ്. അൽവാരസ് ഹാഫ് ചാൻസസ് പോലും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഹാഫ് ചാൻസസിൽ നിന്ന് ഗോൾ നേടാൻ മിടുക്കനാണ്. വന്നു കഴിഞ്ഞ് 8-10 സെക്കൻഡുകൾക്കുള്ളിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു താരമാണ് അൽവാരസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു താരം തൻ്റെ ഏറ്റവും പ്രൈം ഏജ് കൂടെ കടന്നു പോകുമ്പോൾ, 24 വയസ്സെന്നൊക്കെ പറഞ്ഞ ഒരു ഫുട്ബോളറിൻ്റെ പ്രൈം ഏജ് ആണ്. 24 മുതൽ 29 വരെയുള്ള ആ ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയറിൻ്റെ ഏറ്റവും സവിശേഷമായ സമയമാണ്. ആ ടൈമിൽ ബെഞ്ചിലിരിക്കേണ്ട അവസ്ഥ അൽവാരസിൻ്റെ കരിയറിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ സിറ്റി പൊതുവെ താരങ്ങളുടെ ആഗ്രഹത്തിന് എതിരെ നിൽക്കാത്തൊരു ക്ലബ്ബാണ്, പെപ് ഗാർഡിയോള പ്രത്യേകിച്ച്. അപ്പോൾ അൽവാരസ് എന്തായാലും അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൊരു ലക്ഷ്യം ആ ഒരു ക്ലബിൻ്റെ ഏറ്റവും പ്രമുഖ താരമായി വളരുക എന്നത് തന്നെയായിരിക്കും. കാരണം അതിനുള്ളൊരു അവസരമാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രിസ്മാനെ പോലുള്ള പ്ലെയേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ ഗ്രിസ്മാനും അൽവാരസും ചേർന്നുള്ളൊരു കൂട്ടുകെട്ട് വർക്കൗട്ട് ആവാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുമാത്രമല്ല, ഡിയാഗോ സിമിയോണി എന്ന് പറഞ്ഞ അർജന്റീനക്കാരനായ കോച്ചാണ്. അദ്ദേഹം ഒന്നുമല്ലാത്തൊരു ക്ലബിന് കിരീടങ്ങൾ നേടിക്കൊടുത്ത ഒരു ലെജൻഡറി ആയുള്ള ഒരു കോച്ചാണ്. അതുമാത്രമല്ല, അദ്ദേഹം അർജന്റീനയുടെ ഒരു ഇതിഹാസ താരം കൂടിയാണ്. അപ്പോൾ അൽവാരസിന് എല്ലാം കൊണ്ടും അർജന്റീനക്കാരനായ അൽവാരസിന് ഇതൊരു മികച്ച അവസരം തന്നെയാണ്. ഒരു സ്പാനിഷ് സ്പീക്കിംഗ് കൺട്രിയിലേക്ക് മാറാൻ പറ്റുന്നത് കുറച്ചും കൂടെ സെറ്റിൽ ചെയ്യാൻ അൽവാരസിനെ പോലത്തെ ഒരു പ്ലെയറിന് സാധിക്കും. എന്തായാലും അൽവാരസിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു തരത്തിലുള്ളൊരു പ്ലെയറാണ്. കാരണം അദ്ദേഹം ഒരു ടീം മാൻ ആണ്. ടീമിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ പാസിംഗ് എബിലിറ്റി ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ റണ്ണിങ്, പിന്നെ അതുകൂടാതെ തന്നെ ഫസ്റ്റ് ടച്ച് ഷോട്ടുകൾ ഉതിർക്കാനുള്ളൊരു കപ്പാസിറ്റി, പിന്നെ ഏത് റോളിലും ക്ലബിന് വേണ്ടി മാക്സിമം അല്ലെങ്കിൽ ടീമിന് വേണ്ടി മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാൻ അൽവാരസിന് സാധിക്കും. പിന്നെ പ്രസിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ്. ശരിക്കും ഏതൊരു കോച്ചും ആഗ്രഹിക്കുന്ന ഒരു യങ് ബ്ലഡാണ് അൽവാരസ് എന്നുള്ളത്. അപ്പോൾ അൽവാരസ് നിലവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൽ എത്തുമ്പോൾ പൊതുവെ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും
മാൻ സിറ്റി എന്ന് പറഞ്ഞാൽ മാൻ സിറ്റിക്ക് പെപ് ഗാർഡിയോള ഒരു സിസ്റ്റമാറ്റിക് വേ ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കറിയുന്നതാണ് അതെന്താണെന്നുള്ളത്. പക്ഷേ സിമിയോണി അല്പം വ്യത്യസ്തനായ കോച്ചാണ്. അദ്ദേഹം കുറച്ചൊരു മാവറിക് കോച്ച് എന്നൊക്കെ പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. എല്ലാ പരീക്ഷണങ്ങളും നടത്തുന്ന ഒരു ഹൈലി ഒരു ഫ്ലെക്സിബിളായ കോച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ചിലപ്പം ടീമിലുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാകുമോ അൽവാരസ് എന്നുള്ളതൊരു ചോദ്യമാണ്. പക്ഷെ അൽവാരസ് ആ രീതിയിൽ തന്നെ വളരെ അധികം പരാതിയൊന്നും പറയാതെ സ്വന്തം ഗെയിമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു താരമായിട്ടാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിച്ചത്. ആദ്യം പെപ് ഗാർഡിയോള അദ്ദേഹത്തെ സ്ട്രൈക്കറുടെ റോളിൽ കളിപ്പിക്കുന്നു, സബ്ബായിട്ട് കളിപ്പിക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ സീസണിൽ ഡിബ്രൂയിനെ പരിക്കേറ്റപ്പോൾ ആ റോൾ അദ്ദേഹത്തെ നൽകുന്നു, അത് മനോഹരമായിട്ട് ചെയ്യുന്നു. അപ്പം അത്യാവശ്യം ഡിഫൻസീവ് ജോബും ചെയ്യാൻ മിടുക്കനായുള്ള ഒരു താരം തന്നെയാണ് ഹുലിയൻ അൽവാരസ്. ബോൾ റിക്കവറിയൊക്കെ നടത്താൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമിയോണയുടെ ഏത് ടാക്ടിക്സിനും വഴങ്ങാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരിക്കും ഹുലിയൻ അൽവാരസ് എന്നാണ് പൊതുവെ നമുക്ക് പറയാൻ പറ്റുക. എന്തായാലും താരത്തിൻ്റെ കരിയറിൽ ഒരു മാറ്റം ആവശ്യമാണ്. ഇപ്പം മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാൻ സിറ്റിക്ക് ഒരു നഷ്ടം തന്നെയാണ് ഹുലിയൻ അൽവാരസ്. ഇത്രയും പ്രതിഭാധനരായ പ്ലെയേഴ്സൊക്കെ സിറ്റിയിലുണ്ട്. അത് നമുക്കറിയാം. ഹാലൻഡ് ആണെങ്കിലും അവരുടെ യങ് പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റൊക്കെ നമുക്കറിയാം, ഡോക്കൂനൊക്കെ പോലുള്ള പ്ലെയേഴ്സ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഹുലിയൻ അൽവാരസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സൂപ്പർ സബ് എന്നുള്ള റോളിലൊക്കെ സിറ്റിക്ക് അത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്ലെയറാണ്. പ്രത്യേകിച്ച് ഹാലൻഡിന് പരിക്കൊക്കെ പറ്റുമ്പോൾ കൃത്യമായിട്ട് തന്നെ ആ സ്പേസ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂട്ടിലിറ്റി പ്ലെയർ ആയിരുന്നു ഹുലിയൻ അൽവാരസ്. അപ്പോൾ അൽവാരസിൻ്റെ ഒരു നഷ്ടം തന്നെയാണ് സിറ്റിക്ക്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും താരത്തിൻ്റെ ഒരു ഭാവി നോക്കുമ്പോൾ അത് വളരെ പോസിറ്റീവായുള്ളൊരു തീരുമാനമായിട്ടാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുക. ഇനിയിപ്പം ലാലിഗയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലാലിഗയിൽ അത്രയും മികച്ച താരങ്ങളുടെ ഒരു നിര തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഹുലിയൻ അൽവാരസ് ലാലിഗയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന ആ ക്ലബിനെ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അപ്പം അത് മനസ്സിലാക്കി ടീമിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് ക്ലബ് മാനേജ്മെൻറ്റും കോച്ചും ഒക്കെ. അപ്പോൾ അതിന് ഉതകുന്ന ഒരു പ്ലെയർ ആയിരിക്കും ഹുലിയൻ അൽവാരസ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ ആ ഒരു ശൈലിയുമായി അദ്ദേഹം അധികം വൈകാതെ തന്നെ ചേർന്ന് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അൽവാരസിൻ്റെ ഒരു കരിയർ അടുത്തൊരു തലത്തിലേക്ക് എത്തേണ്ട സമയമാണ്. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മാറ്റം ഉണ്ടായിരിക്കുകയാണ്. പ്രീമിയർ ലീഗിൽ നിന്ന് ലാലിഗയിൽ എത്തിയിരിക്കുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന പുതിയ തട്ടകത്തിൽ അദ്ദേഹം ശോഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഹുലിയൻ അൽവാരസിൻ്റെ ഈ ഒരു മാറ്റത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക.